അവരുടെ വല്ലാത്ത പ്രേമത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയൊരു സന്തോഷമാണ് നമ്മളവിടെ കാണിച്ചു തരുന്നത്. നമ്മളെ ഞാവലാണിത്, ബ്ലാക്ക് ഞാവൽ. ഒരു തൈ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസം തികയുന്നു. അപ്പോൾ അതിപ്പോൾ ആദ്യം ചെറിയ ചട്ടിയിലായിരുന്നു, ചെറിയ ബാഗിലായിരുന്നു. പിന്നെ അത് ചെറിയ ചട്ടിയിലേക്ക് മാറ്റി, അവിടുന്ന് പിന്നെ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി. ഇപ്പോൾ 4ാമത്തെ ചട്ടിയിലേക്കാണ് ഇപ്പോൾ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് 4ാമത്തെ ചട്ടിയിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഓരോ ചട്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഇടവ് തൂർത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വെള്ളം ഒലിച്ച് പോകണം. ഇപ്പോൾ ഒരു മാസത്തോളമായി. അപ്പോൾ അതൊക്കെ പൂവിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണിപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം. ഓരോ ഘട്ടമായിട്ട് നമ്മളതിനെ മാറ്റി മാറ്റി നല്ല വലിയൊരു വിധം വലിയ ചട്ടിയിലേക്ക് മാറ്റി. അപ്പോൾ അതിന് വേരായാസമൊക്കെ കിട്ടിയപ്പോൾ പൂവിടൽ തുടങ്ങി. കായ പിടിക്കുമെന്ന് അറിയില്ല, നിറയെ പൂക്കളുണ്ട്. കണ്ടില്ലേ, കമ്പൊക്കെ പൂക്കളാണ്. ഇതൊക്കെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് മേലോട്ടുണ്ടാവും. ഇവിടെയൊക്കെ പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തൈ വാങ്ങിയിട്ട് ആദ്യമായിട്ടത് പൂവിട്ട് കാണുമ്പോഴും കായ്ച്ച് കാണുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് മറ്റുള്ളവരും പങ്കുവെക്കുക. മറ്റുള്ളവർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത പോലെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നന്നായിട്ട് വളരുകയുള്ളൂ, നല്ല രീതിയിൽ കായ പിടിക്കുകയുള്ളൂ. അപ്പോൾ വെയിൽ കിട്ടണമെങ്കിൽ നല്ല ടെറസിൻ്റെ മേലേക്ക് കൊടുന്ന് വെക്കണം. അപ്പോൾ നമ്മളിത് പറമ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല. അതാണിപ്പോൾ പറഞ്ഞു തരാൻ കാരണം. അതാണ്, പറമ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വളർന്നിട്ടേ ഉണ്ടാവുള്ളൂ. അത് പൂവിടാനും കായ്ക്കാനൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ വാങ്ങിയതാണ് നമ്മളിവിടെ റെഡ് സപ്പോട്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. വളർന്നു പോകാമെന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നുണ്ട്, ഒരു പൂവോ ഒന്നും സംഭവിക്കുന്നത് കാണാനില്ല. നല്ല വെയിലുണ്ട്, നല്ല രീതിയിൽ വളരുന്നുണ്ട്. പക്ഷെ കാത്തിരിക്കാം എന്ന് മാത്രം. പിന്നെ നെല്ലി അതിൻ്റെ കൂടെ വാങ്ങിയതിനാണ്. നെല്ലി കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മളതിനെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണം, കാരണം കൂടുതലായിട്ട് വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ടെറസിൻ്റെ മേലെ നിർത്തിയാൽ ശരിയാവില്ല. അപ്പോൾ ഇതിനെപ്പോൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് വരാം. ഫ്രൂട്ട് പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത്തിപ്പഴമായിട്ടും റംബുട്ടാനായിട്ടും ഞാവലായിട്ടും സപ്പോട്ടയായിട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇഷ്ടപ്പെടുന്നവർ വന്ന് കഴിച്ചും പോകുന്നുണ്ട്. ഇവർക്ക് ഏറെ ഇഷ്ടമാണ് അത്തിപ്പഴം. അപ്പോൾ അവരുടെ വല്ലാത്ത പ്രേമത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ മാത്രമേ നമുക്കൊന്ന് കിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ ഇവരൊക്കെ തോൽപ്പിച്ചിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഇത്. നല്ല മധുരത്തിൻ്റെ കട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോകളൊക്കെ കണ്ട് ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.